വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് ഒടുവിൽ ഇപ്പോൾ മോഹൻലാൽ നായകനായ പൃഥ്വിരാജ് ചിത്രമായ എമ്പുരാനിൽ മാറ്റങ്ങൾ വരുത്താനാണ് ധാരണയായിരിക്കുന്നത്. സിനിമയ്ക്കെതിരായ പ്രതിഷേധം കടുത്തതോടെയാണ് നിർമ്മാതാക്കളുടെ നിർദ്ദേശപ്രകാരം മാറ്റങ്ങൾ വരുത്തുക. 17 ഭാഗങ്ങളിലാണ് മാറ്റം വരുത്തുന്നത്. ചില പരാമർശങ്ങൾ മ്യൂട്ട് ചെയ്യും. വില്ലൻ കഥാപാത്രത്തിന്റെ പേര് സഹിതം മാറ്റും. വോളണ്ടറി മോഡിഫിക്കേഷൻ വരുത്താനാണ് തീരുമാനം. ഈ മാറ്റം തിങ്കളാഴ്ചയോടെ പൂർത്തിയാക്കും. അതുവരെ നിലവിലെ സിനിമാ പ്രദർശനം തുടരും. എന്നാൽ ഇത് റീസെൻസറിംഗ് അല്ല, മോഡിഫിക്കേഷൻ ആണെന്നാണ് വിവരം. അതേസമയം എമ്പുരാൻ പൃഥ്വിരാജിന്റെ ഹിന്ദുവിരുദ്ധ രാഷ്ട്രീയ അജണ്ടയെന്ന വിമർശനവുമായി RSSന്റെ മുഖമാസികയായ ഓർഗനൈസർ രംഗത്ത് വന്നിരുന്നു. സിനിമ 10 സെക്കൻഡ് മാത്രമാണ് സെൻസർ ബോർഡ് ഇടപെട്ട് വെട്ടിക്കുറച്ചത് എന്നതിന്റെ രേഖകളും പുറത്തുവന്നു. മോഹൻലാൽ ആരാധകരെ വഞ്ചിച്ചെന്നും പൃഥ്വിരാജ് ഹിന്ദു വിരുദ്ധ നിലപാട് സ്വീകരിച്ചെന്നാണ് ഓർഗനൈസറിലെ വിമർശനം. അതിനിടെ സിനിമയ്ക്ക് 2 കട്ടാണ് സെൻസർ ബോർഡ് നിർദ്ദേശിച്ചതെന്ന രേഖ പുറത്തുവന്നു. സെൻസർ ബോർഡിലെ RSS നോമിനികൾ കാര്യമായി ഇടപെട്ടില്ലെന്ന വിമർശനവും സംഘടനയ്ക്കുണ്ട്. സ്ത്രീകൾക്കെതിരായ അതിക്രമത്തിന്റെ ദൃശ്യങ്ങളുടെ ദൈർഘ്യം കുറയ്ക്കാനും ദേശീയ പതാകയെക്കുറിച്ചുള്ള ഡയലോഗ് ഒഴിവാക്കാനുമാണ് ബോർഡിന്റെ നിർദ്ദേശം. RSS നോമിനികൾ കൂടിയുള്ള ബോർഡ് 2 കട്ട് മാത്രം നിർദ്ദേശിച്ചതിലുമുണ്ട് വിവാദം. സംഘ് പരിവാറിനെതിരായ കടുത്ത ഇതിവൃത്തത്തിൽ കൂടുതൽ കട്ട് നിർദ്ദേശിക്കണമെന്നാണ് ചില RSS നേതാക്കളുടെ നിലപാടും. 2 ദിവസം കൊണ്ട് 100 കോടി നേടി കുതിക്കുന്നതിനിടയിലാണ് എമ്പുരാനെതിരെ രാഷ്ട്രീയ വിവാദം പൊട്ടിപ്പുറപ്പെട്ടത്. ഇന്ത്യ വിരുദ്ധ സിനിമയാണെന്ന് വിമർശിക്കുന്ന ലേഖനത്തിൽ മോഹൻലാലിനെയും പൃഥ്വിരാജിനെയും കടന്നാക്രമിക്കുന്നു. ജയകുമാർ, നന്ദകുമാർ അടക്കമുള്ള RSS നേതാക്കളും പരസ്യമായി സിനിമയെ വിമർശിക്കുന്നുണ്ട്. സിനിമയ്ക്കെതിരായ പ്രചരണത്തിനില്ലെന്നാണ് സംസ്ഥാന BJPയുടെ ഔദ്യോഗിക നിലപാട്. പക്ഷേ പാർട്ടിയിലെ ഭിന്ന നിലപാട് സൂചിപ്പിച്ചാണ് ദേശീയ കൗൺസിൽ അംഗം C രഘുനാഥിന്റെ പ്രതികരണം ഉണ്ടായത്. അതേസമയം തന്നെയാണ് 2 ദിവസം കൊണ്ട് എമ്പുരാൻ 100 കോടി നേടിയെന്ന മോഹൻലാലിന്റെ അവകാശവാദത്തെ അത്ഭുതത്തോടെ കണ്ട് മോളിവുഡ്. അവിശ്വസനീയ കണക്കാണിതെന്നാണ് നിർമ്മാതാക്കൾ നൽകുന്ന സൂചന. നികുതി ഉൾപ്പെടെ ആഗോളതലത്തിൽ ഇതിന്റെ പകുതി പോലും കിട്ടില്ലെന്ന സൂചനകളാണ് നിർമ്മാതാക്കൾ അടക്കം നൽകുന്നത്. കേരളത്തിൽ നിന്ന് പോലും ആദ്യ ദിനം പരമാവധി 18 കോടിയുടെ കളക്ഷൻ കിട്ടിക്കാണും. 2 ദിവസം കൊണ്ട് പരമാവധി കിട്ടുക 35 കോടിയാണ്. അങ്ങനെ വന്നാൽ പോലും നികുതിയും പരസ്യ ചെലവും തിയേറ്റർ വിഹിതവും പോയാൽ 15 കോടി മാത്രമേ നിർമ്മാതാവിന് കിട്ടൂ. കേരളത്തിലെ ബോക്സ് ഓഫീസിൽ ആദ്യ ദിനങ്ങളിൽ എമ്പുരാൻ റെക്കോർഡിട്ടുവെന്ന് ഏവരും സമ്മതിക്കുന്നുണ്ട്. പക്ഷേ അത് 100 കോടിയായി എന്ന് പറയുന്നതിൽ ചില അസ്വാഭാവികതയുണ്ടെന്നാണ് വിലയിരുത്തൽ. എങ്ങനെയാണ് 100 കോടി കിട്ടിയതെന്ന് മോഹൻലാൽ തന്നെ വിശദീകരിക്കേണ്ട അവസ്ഥയാണുള്ളത്. 225 കോടിക്ക് മുകളിലാണ് ചിത്രത്തിന്റെ മുടക്കുമുതൽ എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. അതുകൊണ്ട് തന്നെ ചിത്രത്തിന് തിരക്കുണ്ടെന്ന് വരുത്തേണ്ടത് നിർമ്മാതാക്കളെ സംബന്ധിച്ചിടത്തോളം അനിവാര്യതയാണ്. ഈ സാഹചര്യത്തിലാണ് മോഹൻലാലിന്റെ 100 കോടി പോസ്റ്റ് എന്നാണ് വിലയിരുത്തൽ. ഒരു സിനിമയ്ക്ക് നമ്മൾ കൊടുക്കുന്ന 150-200 രൂപയും ഏതൊക്കെ രീതിയിൽ വീതം വെച്ച് പോകുന്നു എന്ന് ഈ കണക്കുകൾ പറയും. തിയേറ്റർ വിഹിതം എന്നത് സാധാരണയായി GST അടച്ചുകഴിഞ്ഞ് തിയേറ്റർ ഉടമയും ഡിസ്ട്രിബ്യൂട്ടറും തമ്മിൽ പങ്കിടുന്ന തുകയാണ്. അതായത് ബോക്സ് ഓഫീസ് കളക്ഷനിൽ നിന്ന് GST ഒഴിവാക്കിയ ശേഷമുള്ള തുകയാണ് വിഹിതമായി ഗണിക്കുന്നത്. ബോക്സ് ഓഫീസ് ഗ്രോസ് കളക്ഷൻ എന്നാൽ ഒരു സിനിമയുടെ തിയേറ്റർ കളക്ഷനിൽ മൊത്തം ലഭ്യമായ തുക. അതിൽ GST ഉൾപ്പെട്ടിരിക്കും. ഇന്ത്യയിൽ സിനിമാ ടിക്കറ്റ് GST നിരക്ക് 18% ആയിരിക്കും. നെറ്റ് കളക്ഷൻ എന്നാൽ ഗ്രോസ് കളക്ഷനിൽ നിന്ന് GST ഒഴിവാക്കിയതിനു ശേഷമുള്ള തുകയാണ്. ഒരു തിയേറ്റർ 100 കോടി കളക്ഷൻ നേടുകയാണെങ്കിൽ GST കിഴിച്ചായിരിക്കും നെറ്റ് കളക്ഷൻ. നെറ്റ് കളക്ഷനിൽ നിന്നാണ് തിയേറ്റർ ഉടമയ്ക്കും ഡിസ്ട്രിബ്യൂട്ടർക്കും വിഹിതം കിട്ടുന്നത്. അങ്ങനെ നോക്കുമ്പോൾ തിയേറ്ററിൽ നിന്നും 100 കോടി കിട്ടിയാൽ 41 കോടിയാകും നിർമ്മാതാവിന് കിട്ടുക. കേരളത്തിൽ നല്ല നിലയിൽ 20 ദിവസമെങ്കിലും ഓടുന്ന സിനിമയ്ക്ക് മാത്രമേ 100 കോടിയുടെ കളക്ഷൻ ക്ലബിൽ കയറാൻ സാധിക്കൂ. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇത് വലിയ രീതിയിലുള്ള ആരോപണങ്ങൾക്ക് വഴിവെക്കുന്നത്.